ഗുഡ് മോർണിംഗ് ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്തൊക്കെയാണ് വിട്ടുകളയേണ്ടത്, എന്തിൽ നിന്നൊക്കെയാണ് നമ്മൾ വിട്ടു പോരേണ്ടത്, അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ ചോദിക്കാം. യൂണിവേഴ്സൽ കാർഡിലൂടെ എന്തൊക്കെയാണ് നമ്മളോട് പറയുന്നതെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്ക് എപ്പോഴാണ് അത് കാണേണ്ടത് ആ സമയത്താണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ എത്തുക. ഫോഴ്സ്ഫുള്ളി റെസൊനേറ്റ് ആക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇതിൽ കാണുന്ന പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. എപ്പോഴും നമ്മൾ പോസിറ്റീവായിരിക്കുക. നമ്മളെന്താണോ ചിന്തിക്കുന്നത് അതായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. 3 of Swords, 5 of Cups, 2 of Pentacles, 9 of Swords, the Moon, ഒരു കാർഡ് കൂടി എടുക്കാം, കിങ് ഓഫ് കപ്സ്. ഇതിൽ ഫസ്റ്റിൽ കിട്ടിയിരിക്കുന്നത് നമുക്ക് 3 of Swords ആണ്. നമ്മൾ ഭയങ്കരമായിട്ട് ഹൃദയവേദനയുണ്ട്, എന്തെങ്കിലും വേദനകളുള്ള സംഭവിക്കുന്ന എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഒരുപാട് വേദന തോന്നി, ഹൃദയത്തിൽ കുത്തിയിറക്കുന്ന പോലുള്ള വേദന നമുക്ക് അനുഭവപ്പെട്ടു. പക്ഷേ ആ വേദനകൾ നമ്മൾ മറക്കണം, നമ്മളത് പുറത്ത് കളയണം. നമുക്കത് എപ്പോഴും നമ്മൾ ആ വേദനയെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിക്കുമ്പോൾ വീണ്ടും ആ മുറിവുകൾ ഉണങ്ങാതിരിക്കും. അപ്പോൾ നമ്മളത് മറന്ന് കളയുക, അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുകളയേണ്ട കാര്യങ്ങൾ എല്ലാം നമ്മൾ വിട്ടുകളയുക തന്നെ വേണം. മറക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മറക്കുക തന്നെ വേണം. അങ്ങനെ ഒരു ഗൈഡൻസാണ് നമുക്ക് ഫസ്റ്റ് കാർഡ് തന്നിരിക്കുന്നത്. ഇതിൽ 5 of Cups ആകുമ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഈ മനുഷ്യൻ വളരെയധികം സങ്കടപ്പെട്ട് നിൽക്കുന്നു. മറിഞ്ഞു കിടക്കുന്ന കപ്പുകളെ നോക്കി ആൾ സങ്കടപ്പെടുന്നു. പക്ഷെ ആളുടെ പുറകിൽ കപ്പുകൾ ഇരിക്കുന്നുണ്ട്, പക്ഷെ ആളത് കാണുന്നില്ല, അത് നോക്കുന്നു പോലുമില്ല. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ നഷ്ടപ്പെട്ട സ്നേഹത്തെക്കുറിച്ച്, നമ്മളിൽ നിന്ന് വിട്ടുപോയ കാര്യങ്ങളെക്കുറിച്ച്, അതിനെക്കുറിച്ച് മാത്രം എപ്പോഴും ഓർത്ത് സങ്കടപ്പെടും, അതിലേക്ക് നോക്കി സങ്കടപ്പെടും. പക്ഷെ നമ്മുടെ കൂടെയുള്ളവരെ കുറിച്ചും നമ്മളെ സ്നേഹിക്കുന്ന ആളുകളെക്കുറിച്ചും ഒന്നും ചിന്തിക്കുന്നില്ല, അവരെക്കുറിച്ച് ഓർക്കുന്ന പോലുമില്ല. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെയുള്ള ഒരു ഇതിൽ വേണം. നമ്മൾക്കിന്ന് പോകാനുള്ളതും നമ്മളിൽ നിന്ന് വിട്ടുപോകാനുള്ള ബന്ധങ്ങളായാലും എന്ത് തന്നെയാണെങ്കിലും അത് വിട്ടുപോകാനുള്ളത് തന്നെയാണ്. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, അത് എനിക്ക് വിട്ടുപോയി, എനിക്കത് വേണ്ടാത്തത് തന്നെയായിരുന്നു എനിക്ക്. പക്ഷേ നമ്മുടെ കൂടെ ഉള്ളവരെ നമ്മൾ ചേർത്ത് പിടിക്കുക, അവരുടെ സ്നേഹം നമ്മൾ കാണുക. അങ്ങനെ ഒരു ഇതാണ് നമ്മൾ ഈ കാർഡ് തരുന്നത്. ഇതാകുമ്പോൾ 2 of Pentacles ആകുമ്പോൾ ഒരു ബാലൻസിങ്ങിൻ്റെ കാർഡാണ്. നിങ്ങൾ ചിലപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഏറ്റെടുത്തിട്ട് അതിലൊരു ബാലൻസ് ചെയ്ത് പോകുന്ന ഒരു ഇതാവും. നമുക്ക് രണ്ടും ഒരേപോലെ കൊണ്ടുനടക്കാം. പല കാര്യങ്ങളും നമുക്ക് ഒരേപോലെ 2 കാര്യങ്ങളും നമ്മൾ ഏറ്റെടുത്തിട്ട് നമുക്ക് രണ്ടും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടെ പോകും. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. നമ്മൾ എന്താണോ നമുക്ക് കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യം, നമുക്ക് ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ട കാര്യം എന്താണ്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യോജിച്ച കാര്യം ഏതാണ്, അത് തിരഞ്ഞെടുത്ത് അതുമായി മുന്നോട്ട് പോവുക. അല്ലാതെ ഇങ്ങനെ ഉള്ള ഒരുപാട് കാലമൊന്നും നമുക്കിങ്ങനെ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റില്ല. നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതിൽ മാത്രമായിരിക്കും ശ്രദ്ധ, നമുക്ക് മുന്നോട്ടുള്ള ഒരു ഇത് കാണില്ല. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. പിന്നെ ഇത് 9 of Swords ആകുമ്പോൾ ഇത് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ അതിലറിയാം, ലേഡി ഈ വാളുകൾ മേൽ കുത്തിത്തറയ്ക്കുമെന്ന് പേടിച്ചിട്ടിരിക്കുന്ന ഒരു പോലെയാണ്. പക്ഷെ അവരെയൊന്നും അത് സ്പർശിച്ചിട്ട് പോലുമില്ല. പക്ഷെ അവർ അനാവശ്യമായ ഒരു ഭയമാണ്, എനിക്കത് സംഭവിക്കുമോ എങ്ങനെ. ഇതുപോലെ പല ആളുകളുണ്ട്, നമുക്ക് പല കാര്യങ്ങളും അയ്യോ എനിക്ക് അങ്ങനെ സംഭവിക്കുമോ എന്ന് പറഞ്ഞ് അനാവശ്യമായ പേടികളും ചിന്തകളും കൊണ്ട് നമ്മളൊന്നും ചെയ്യാനാവാതെ മുന്നോട്ട് പോകാനാവാതെ സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ വിട്ടുകളയേണ്ട കാര്യങ്ങൾ, നമ്മുടെ അനാവശ്യമായ ഭയങ്ങളും ചിന്തകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുകളയാം. അത് തന്നെയാണ് മൂൺ കാർഡ് കാണിക്കുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത സമയങ്ങൾ, നമ്മളെ ഒരു കോൺഫിഡൻസ് കളയുന്ന പല കാര്യങ്ങളും അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുകളയുക. നമ്മുടെ ആത്മവിശ്വാസം ഇല്ലാതെ എനിക്കത് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു ഭയാശങ്കകൾ, എനിക്കത് പറ്റില്ല, എൻ്റെ സമയം മോശമാണ്, എനിക്കത് സാധിക്കുമോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നുള്ള വേണ്ടാത്ത ചിന്തകളൊന്നും ചെയ്യാതിരിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റണ പോലെ നമ്മൾ ചെയ്യുക, മുന്നോട്ട് പോവുക. വിഷമിച്ചിട്ട് സങ്കടപ്പെട്ടിട്ടോ ഇരിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് എല്ലാം നല്ല രീതിയിൽ ചിന്തിച്ച് പോസിറ്റീവായി എപ്പോഴും ചിന്തിച്ചിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ കാർഡ് കാണിക്കുന്നത്.
ഇത് കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇതൊരു നിർവികാരതയുടെ ഒരു കാർഡാണ്. ഇത് ഈഗോ ഉള്ളതാണ്. നമ്മൾ ബന്ധങ്ങളിലായാലും എന്തിനായാലും നമ്മൾ സ്നേഹം പ്രകടമായി തന്നെ കാണിക്കണം. നമുക്കൊരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ സ്നേഹം കാണിക്കുക തന്നെ വേണം. അതല്ലാതെ എൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് ഞാനത് കാണിക്കാത്തതാണ്, എനിക്ക് ഒരുപാട് ഉള്ളിലത്തെ സ്നേഹമൊന്നും നമുക്ക് നോക്കാം, വേറൊരു കഴിവൊന്നുമില്ല. അപ്പോൾ അത് കാണിക്കുക. നമ്മൾ അവരവരുടെ പ്രവൃത്തികളിലൂടെയും സംസാരങ്ങളിലൂടെയും മാത്രമാണ് സ്നേഹം തിരിച്ചറിയുന്നത്. അപ്പോൾ അത് പ്രകടമായി തന്നെ നമ്മൾ സ്നേഹിക്കുക, സ്നേഹം സ്വീകരിക്കുക, സ്നേഹം കൊടുക്കുക. അങ്ങനെ അവിടെ ഒരു ഇത് ഈഗോൻ്റെ ആവശ്യമില്ല. അതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുകളയേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നും കൂടി നോക്കാം. നമ്മൾ വിട്ടുകളയേണ്ട കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത് എന്നുകൂടി നോക്കി നോക്കാം. നമുക്ക് കാർഡുകൾ നോക്കാം. ദ എംപ്രസ്, 9 of Cups, the Magician, Death, Wheel of Fortune, 3 of Cups. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടതായി നമുക്ക് കാണിച്ചിരിക്കുന്നത്. എംപ്രസ് എന്ന് പറഞ്ഞാൽ അബണ്ടൻസ് ആണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങളും സമൃദ്ധിയും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളത് നന്ദിയോടെ ഓർക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക, നമ്മുടെ പ്രപഞ്ചത്തിനോട് നന്ദി പറയുക. നമുക്കത് കിട്ടി എന്നുള്ളതിനൊരു നന്ദി പറയുക. നമ്മളത് ആ സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുക. നമുക്കത് എപ്പോഴും നല്ല ബോധ്യം ഉണ്ടായിരിക്കുക. അത് ഈ ഒരു കാര്യം നമ്മൾ നല്ല മനസ്സോടെ അത് കിട്ടിയത് നമ്മുടെ ഒരു അധ്വാനത്തിൻ്റെ ഫലമാണ്. അത് നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുക. പിന്നെ 9 of Cups ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. സെൽഫ് ലവിൻ്റെ കാർഡാണ്. നമ്മൾ ഇതൊക്കെ ആരൊക്കെ ഇട്ടിട്ട് പോയാലും നമ്മളെക്കുറിച്ച് നമ്മളെ വാല്യൂ ചെയ്യുക, നമുക്കുള്ള കഴിവുകളെ തിരിച്ചറിയുക, നമ്മൾ സ്വയം സ്നേഹിക്കുക. നിങ്ങളെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ എന്താണ്, നിങ്ങളുടെ വീക്ക്നെസ്സുകൾ എന്താണ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കേ അറിയുള്ളൂ. നിങ്ങളുടെ ശക്തികൾ എന്താണ് എന്നൊക്കെ. അപ്പോൾ അതൊക്കെ തിരിച്ചറിയുക. നിങ്ങളെ ശരിയെന്ന് തോന്നിയ പാതയിലൂടെ സഞ്ചരിക്കുക, നിങ്ങളെ എൻജോയ് ചെയ്ത് ജീവിക്കുക. ഇത് മജീഷ്യൻ എന്നുള്ള കാർഡാണ്. ഇത് നമ്മൾ പലപ്പോഴും പലയിടത്തും കേട്ടിട്ടുണ്ട്. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വളരെ ശക്തമായി ആഗ്രഹിക്കുക. അതിനോടൊപ്പം നമ്മുടെ പ്രപഞ്ചം നമ്മുടെ കൂടെ നിൽക്കും, ചുറ്റുമുള്ളതും നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളത്. അതുപോലെയാണ് മജീഷ്യൻ പറയുന്നത്. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക. എന്താഗ്രഹമാണുള്ളത് അത് ശക്തമായി മാനിഫെസ്റ്റ് ചെയ്യുക. എനിക്കത് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക. അതിനുവേണ്ടി ആക്ഷൻ എടുക്കുക. നമുക്കത് തീർച്ചയായും ലഭിക്കും എന്നുള്ളൊരു സന്ദേശമാണ് ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. ഇതൊരു മാറ്റത്തിൻ്റെ കാർഡാണ്. നമ്മുടെ ജീവിതത്തിലെ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റങ്ങൾ വരികയാണെങ്കിൽ അത് നല്ല മനസ്സോടെ നമ്മൾ സ്വീകരിക്കുക. എനിക്ക് സംഭവിച്ചു എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യുക. അതിനെ സ്വീകരിച്ച് ആ മാറ്റങ്ങളെ സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ഗൈഡൻസാണ് ഈ കാർഡ് നമുക്ക് തരുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ പറയുമ്പോൾ നമുക്ക് ഭാഗ്യദേവത നമ്മളെപ്പോഴാണ് കടാക്ഷിക്കുക എന്നറിയില്ല. നമുക്ക് ഓരോ സമയങ്ങളുണ്ട്. ആ സമയമാകുമ്പോൾ നമ്മളതിനെ കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്ത് കാര്യമാണെങ്കിലും അതിനു വേണ്ടി പരിശ്രമിക്കുക, അതിനു വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ സമയമാകുമ്പോൾ നമുക്കത് കിട്ടും. അത് സമയത്തെക്കുറിച്ച് നമ്മൾ ഇതാക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മളത് ഉൾക്കൊള്ളുക നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, നമുക്കത് സമയമാകുമ്പോൾ നമുക്ക് കിട്ടും എന്നുള്ളത്. പിന്നെ 3 of Cups ഇത് എൻജോയ്മെൻറ്റിൻ്റെ കാർഡാണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ആഘോഷങ്ങൾ ആഘോഷിക്കുക തന്നെ ചെയ്യുക. നമ്മൾ മനസ്സ് മറന്ന് സന്തോഷിക്കുക. എപ്പോഴും നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് സന്തോഷിക്കേണ്ട നിമിഷങ്ങൾ മാറ്റിവെക്കും. അത് ഇപ്പം ചെയ്യണ്ട അങ്ങനെ. അപ്പോൾ അത് അല്ല, നമ്മൾ സന്തോഷിക്കേണ്ട നിമിഷങ്ങളിൽ സന്തോഷിക്കുക. നമ്മളെ വികാരങ്ങളെ നമ്മൾ പ്രകടിപ്പിക്കുക. അത് മറ്റൊരു സമയത്തേക്കോ മറ്റൊരു കാര്യങ്ങളിലേക്കോ മാറ്റിവെക്കേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും നമ്മളത് ജീവിതത്തിൽ നമ്മൾ ആഘോഷത്തോടെ കാണുക. ഏതു കാര്യങ്ങളായാലും ആഘോഷത്തോടെ കാണുക, സന്തോഷത്തോടെ സ്വീകരിക്കുക. അങ്ങനെ ഒരു കാര്യങ്ങളാണ് ഈ കാർഡുകൾ നമ്മൾ കാണിച്ചിരിക്കുന്നത്. നമുക്കൊരു ഓറക്കിൾ മെസ്സേജ് കൂടി നോക്കി നോക്കാം. ഇതെന്താണ് ഇനി യൂണിവേഴ്സ് നമുക്ക് ഓറക്കിൾ മെസ്സേജായിട്ട് തരുന്നത്. ആ കാർഡ് കൂടി നോക്കി നോക്കാം.
കാർഡ് കിട്ടിയിരിക്കുന്നത് ഗിവ് ഇറ്റ് ടൈം, എവറിത്തിങ് ഇൻ ഡിവൈൻ ടൈമിങ്, ലെറ്റ് തിങ്സ് ഫ്ലോ. അപ്പോൾ എന്ത് സംഭവിക്കും എന്തായാലും അത് നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ ഒരു ടൈം, ഡിവൈൻ ടൈമിൽ നമ്മൾക്കരികിലേക്ക് വരും. അപ്പോൾ അത് അങ്ങനെ ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ബോധേടാവേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, നമ്മൾ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. ഇതാണ് ഇന്നത്തെ ഒരു മെസ്സേജായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ മുകളിലുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇന്നത്തെ ഇത് വീഡിയോ ഇഷ്ടമായവർ കമൻറ്റ് ചെയ്യുക, റെസനേറ്റ് ആയവർ പ്രത്യേകിച്ചും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എങ്കിലാണ് എല്ലാ ദിവസത്തെയും വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.